ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വന്നിരിക്കുന്നത് 5 പൈസ ചിലവില്ലാതെ ഒരു അടിപൊളി ഒരു മോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെല്ലൈക്കനോട് എനേബിൾ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മോപ്പിൻ്റെ കൈ ഒന്ന് ഒടിഞ്ഞു പോയി. അപ്പോൾ വേറെ അതിന് പറ്റിയ ഒരു കമ്പും ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ ഒരു മോപ്പ് മേടിക്കണമെന്ന് ഇങ്ങനെ വിചാരിച്ചിരുന്നപ്പോൾ ഒരു വീഡിയോ കണ്ട് ഇഷ്ടമായിട്ട് ഞാൻ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നതാണ്. അപ്പം നമുക്ക് വീഡിയോയിട്ട് പോകാം. അപ്പോൾ അതിന് വേണ്ടിയത് ഒരു PVC പൈപ്പാണ് വേണ്ടിയത്. അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു പോർഷൻ PVC പൈപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ മാർക്ക് ചെയ്യാൻ എടുത്തപ്പോൾ അതങ്ങ് ഉരുണ്ടുരുണ്ട് പോകാം. അപ്പോൾ ഞാനൊരു ഇടികല്ലെടുത്ത് സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പം പിന്നെ അത് സപ്പോർട്ട് ചെയ്ത് അങ്ങനെ വരയ്ക്കുന്നുണ്ട്. ആ മാർക്ക് ചെയ്ത ഭാഗം ആണ് നമ്മൾ മുറിച്ച് മാറ്റുന്നത്. പിന്നെ അത് മുറിച്ച് മാറ്റാനായിട്ട് നമുക്ക് വേണ്ടിയത് ആക്സോ ബ്ലേഡാണ്. അപ്പോൾ ആക്സോ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് ആ മാർക്ക് ചെയ്ത ഭാഗം ഒന്ന് മുറിച്ച് മാറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന പൈപ്പിന് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ PVC പൈപ്പ് വളരെ ചെറുതും അതിന് കണക്ട് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്ന ടീ ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ വലിപ്പമുള്ളതാണ്. അപ്പോൾ അത് കണക്ട് ചെയ്യാനായിട്ട് ഭയങ്കര പാടാണ്, ലൂസായിട്ട് ഇരിക്കും. അപ്പോൾ ഞാൻ പിന്നെ ആ PVC പൈപ്പ് ഇപ്പോൾ മുറിച്ച് മാറ്റുന്ന തരത്തിലുള്ള ഒരു അതിന് വേണ്ടിയിട്ട് ഞാനൊരു PVC പൈപ്പ് എടുത്തു, കുറച്ചുകൂടെ വണ്ണത്തിലുള്ള PVC പൈപ്പ് എടുത്തു, അതൊന്ന് മുറിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാൻ എൻഡ് ക്യാപ്പും വെച്ചിട്ടുണ്ട്. ആ ടീ ജോയിൻ്റെ ഇടയിൽ ഒരു ഉടക്ക് പോലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ എടുത്തിരിക്കുന്ന പൈപ്പ് രണ്ടായിട്ട് മുറിച്ചിട്ടാണ് അതുമായിട്ട് കണക്ട് ചെയ്ത് വെക്കുന്നത്. അത് നന്നായിട്ട് കണക്ട് ചെയ്തിരിക്കും. നമ്മൾ ആ കണക്ട് ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പശ വെച്ച് ഒട്ടിച്ചാൽ മതി. പിന്നെ അത് ഇളകി പോകത്തില്ല, നല്ല ഇതായിട്ട് തന്നെ ബലത്തിൽ തന്നെ ഇരിക്കും. അത് നമുക്ക് ഇതിൽ കാണുന്ന പോലെ, ഞാൻ ഈ കാണിക്കുന്ന പോലെ തന്നെ കണക്ട് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടിയത് തുണിയാണ്. അപ്പോൾ കളയാൻ വെച്ചിരിക്കുന്ന തുണി എടുത്തിട്ട് ഞാൻ സ്ട്രിപ്പ് കണക്കെ വെട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നടുക്കൊരു കെട്ടിടുന്നുണ്ട്. അപ്പം അങ്ങനെ കെട്ടിടുന്നതിന് പകരം വേറെ തുണി ഇതേപോലെ സ്ട്രിപ്പ് കണക്കെ എടുത്തിട്ട് കൂട്ടി കെട്ടിയാലും മതി. ഞാനിവിടെ എടുത്തിരിക്കുന്ന ബനിയൻ ക്ലോത്താണ്. ഏത് ടൈപ്പ് ക്ലോത്ത് വേണേലും എടുക്കാവുന്നതാണ്. നമുക്ക് ഏറ്റവും നല്ലത് കോട്ടൻ്റെയോ ബനിയൻ ടൈപ്പ് ക്ലോത്തോ ആയിരിക്കും. പിന്നെ ആ ഇട്ട് നമുക്ക് എല്ലാം ഒരേ വലുപ്പത്തിൽ ഒരേ നീളത്തിൽ വരണം. ആ രീതിയിലായിരിക്കണം നമ്മൾ കെട്ടിയിട്ടൊക്കെ കൊടുക്കേണ്ടത്. അങ്ങനെ ആ തുണികളെല്ലാം കെട്ടിട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ വെട്ടി മാറ്റിയ ആ പൈപ്പിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അതിലൂടെ ആണെങ്കിൽ ആ തുണി നമ്മൾ കയറ്റി കൊടുക്കണം, ഇതേപോലെ കയറ്റി കൊടുക്കണം. അപ്പോൾ ആ കെട്ടിട്ട ഭാഗം ആ പൈപ്പിൻ്റെ ഉള്ളിലായിട്ട് വരും. അന്നേരം നമ്മളൊന്ന് ഇതിൽ പിടിച്ച് വലിക്കുന്ന പോലെ നോക്കിയാൽ അത് പിന്നീട് ഇങ്ങോട്ട് വരത്തില്ല, അവിടെ ടൈറ്റായിട്ട് ഇരുന്നോളൂ. ആ രീതിയിലാണ് നമ്മൾ ആ തുണി എടുത്തത് കെട്ടിയിട്ട് കൊടുത്തിട്ട് അതിൽ വെച്ച് കൊടുക്കേണ്ടത്. അങ്ങനെ എടുത്തിരിക്കുന്ന തുണി ആ പൈപ്പിൽ ഇട്ട് കൊടുത്തിട്ട് ആ ടീ ജോയിൻറ്റും വെച്ച് കണക്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ടീ ജോയിൻ്റെ മേളിൽ ഒരു കണക്ട് ചെയ്യാനുള്ള ആ ഗ്യാപ്പിൽ നമുക്ക് വേറെ ഒരു പൈപ്പ് PVC പൈപ്പ് തന്നെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് അത് കൈയായിട്ട് നമുക്ക് നമ്മുടെ മോപ്പിൻ്റെ കൈയായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഓരോ ഭാഗത്തും നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കാനായിട്ട് പശയും വെച്ച് കൊടുത്ത് നന്നായിട്ട് ടൈറ്റാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്കിത് തറ തുടയ്ക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. വളരെ നല്ലതായിട്ട് തന്നെ ഉപയോഗിക്കാം. നമ്മൾ സാധാരണ ഒത്തിരി പൈസ കൊടുത്ത് നമ്മൾ ഒരു മോപ്പൊക്കെ മേടിച്ചിട്ട് നമുക്ക് ചിലപ്പോൾ അത് നമ്മൾക്ക് കംഫർട്ടബിളായിട്ട് ഉപയോഗിക്കാനായിട്ട് ചിലപ്പോൾ പറ്റുന്നുണ്ടാവില്ല. ചിലപ്പോൾ അതിന് വെയിറ്റ് കൂടുതലായിരിക്കും. ഇതാണെങ്കിൽ ലൈറ്റ് വെയിറ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ കംഫർട്ടിനനുസരിച്ച് നമുക്ക് ഇത് ഡിസൈൻ ചെയ്ത് എടുക്കാവുന്നതാണ്. നല്ല അടിപൊളി ഒരു മോപ്പാണ്. ആ മോപ്പിൻ്റെ കയ്യിൽ നമ്മൾ ആ പൈപ്പിൻ്റെ എൻഡിൽ വേണേൽ നമുക്ക് എൻഡ് ക്യാപ്പ് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എനിക്കിവിടെ ക്യാപ്പ് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തില്ല. അത് ഹോളായിട്ട് ഇങ്ങനെ കിടക്കുവാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിത് വെള്ളത്തിൽ മുക്കി എടുത്തിട്ടുണ്ട്, എന്നിട്ടൊന്ന് തുടച്ച് കാണിക്കുന്നുണ്ട്.
വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഫ്ലോറൊക്കെ നന്നായിട്ട് തന്നെ ഇത് മോപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒരു ലൈക്ക് തരിക. അതുപോലെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അതേപോലെ ഫാമിലിക്ക് ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് രേഖപ്പെടുത്താൻ മറന്നു പോകരുത്. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.